ഹലോ, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് നയനയോട് പറയുന്നുണ്ട്, നിന്നോട് ഈ മുറിയിൽ നിന്ന് പുറത്തു പോകാനാണ് പറഞ്ഞത്. അത് കേട്ട് നയന സങ്കടത്തോടെ പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെയും ആദർശ് പറയുന്നുണ്ട്, വിഷുവിൻ്റെ അന്ന് നിൻ്റെ വീട്ടിൽ ഞാൻ വരേണ്ടതായിരുന്നു, പക്ഷെ അന്ന് ഞാൻ വരാതിരുന്നത് അത്രയ്ക്ക് നിന്നെ ഞാൻ വെറുത്തുപോയി, അതുകൊണ്ടാണ്. നയനക്ക് അതൊക്കെ കേട്ടിട്ട് കരച്ചിൽ വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി വളരെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഫോൺ വിളിച്ചിട്ടൊന്നും നന്ദു ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്നിട്ട് അനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ അവളെ മറക്കാൻ ശ്രമിച്ചാലും എനിക്കതിന് കഴിയില്ല. ഓരോ ദിവസം കൂടുന്തോറും അവൾ അതിശക്തമായിട്ട് എൻ്റെ മനസ്സിൽ ഇടിച്ചു കയറുകയാണ്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദുവും അങ്ങനെ തന്നെ വിഷമിച്ച് നിൽക്കുകയാണ്. അനിയുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നന്ദുവും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ വീട്ടുകാരെ പിരിഞ്ഞതിൻ്റെ വിഷമമുണ്ട് എനിക്ക്, പക്ഷേ അതിനേക്കാളും 1000 മടങ്ങ് അനിയെപ്പറ്റിയുള്ള ഓർമ്മകൾ എന്നെ അലട്ടുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാവരും എന്നെ ഉപദേശിച്ചിട്ടും എനിക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അനിയെ മറക്കാനൊന്നും എനിക്ക് കഴിയുന്നില്ല എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനെയും കനകയെയുമാണ്. അവരും നന്ദുവിനെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഇതുവരെ നന്ദു അവരെ വിട്ട് എവിടേക്കും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമത്തിലാണ് അവരുള്ളത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, നീ നന്ദുമോളെ വിളിച്ചിരുന്നോ? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല, ഇതാ ഇപ്പോൾ തന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. നന്ദു ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്താ അങ്ങോട്ടേക്ക് പോയിട്ട് ഫോണൊന്നും വിളിക്കാതിരുന്നത്? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരും, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇവിടെ രണ്ടുപേരും അതിനേക്കാൾ സങ്കടത്തിലാണ് എന്ന് പറഞ്ഞ് ഗോവിന്ദൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. പിന്നെ കനകയും ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്തതും കനക കരയാൻ തുടങ്ങി. നന്ദുവിനും ഭയങ്കര കരച്ചിൽ വരുന്നുണ്ട്. കരയുന്നത് കണ്ടിട്ട് നവ്യ കനകയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, നീ എന്താ മോളെ ഇങ്ങനെ, നീ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയല്ലേ? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് മാറി താമസിക്കുമ്പോഴേ അതിൻ്റെ വീർപ്പ് മുട്ടൽ ചേച്ചിക്ക് മനസ്സിലാകത്തുള്ളൂ. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറിക്കൊള്ളും, പിന്നെ നിനക്ക് ഇങ്ങോട്ടേക്ക് വരാനായിരിക്കും വിഷമം. പിന്നെ നന്ദ പറയുന്നുണ്ട്, ചേച്ചി ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം, ഫുഡൊക്കെ നന്നായി കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. ആ സമയം നവ്യ പറയുന്നുണ്ട്, അതൊക്കെ നോക്കാൻ ഇവിടെ ആളുണ്ട്, നീ നിൻ്റെ കാര്യം നന്നായി ശ്രദ്ധിക്ക്. ഇതുവരെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് മാത്രം കഴിച്ചതല്ലേ നീ? ഇനി ക്യാൻറ്റീനിലുള്ള ഫുഡാണ്, അതൊക്കെ വേഗത്തിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി അങ്ങോട്ട് കഠിനമായിട്ടുള്ള പരിശീലനമായിരിക്കും, അപ്പോൾ ആഹാരവും അതിനനുസരിച്ച് ചെല്ലണം. പിന്നെ നീ നയനയെ വിളിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, വിളിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ അങ്ങനെ ഫോൺ ഓരോന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, അവൾ വിളിക്കുമ്പോൾ നിങ്ങളിങ്ങനെ സങ്കടം കാണിക്കല്ലേ, നമ്മൾ പിരിഞ്ഞതിൻ്റെയൊക്കെ വല്ലാത്ത വിഷമമുണ്ട് അവൾക്ക്. പിന്നെ അനിയെക്കുറിച്ചുള്ള സങ്കടവും കാണുമല്ലോ, അതൊക്കെ വിട്ടുമാറാൻ കുറച്ച് ദിവസം എടുക്കും. പിന്നെ ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അവളെല്ലാം മറക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, അല്ല അനിയുമായിട്ട് വിളിയൊക്കെ ഉണ്ടാകുമോ മോളെ? അന്നേരം നവ്യ പറയുന്നുണ്ട്, അവൾ വിളിച്ചില്ലെങ്കിലും അനി എത്രയായാലും വിളിക്കും. പിന്നെ കാണിക്കുന്നത് അബിയെയും ജ്വല്ലറിയിലെ സ്റ്റാഫിനെയുമാണ്. ആ സ്റ്റാഫ് പറയുന്നുണ്ട്, എൻ്റെ സാറേ, ഇതിനു മുമ്പും ജ്വല്ലറിയിൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെങ്കിൽ കൂടിയും പോലീസ് വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുട്ടിങ്ങനെ വിറക്കും. ആ സമയത്തൊക്കെ മൂർത്തി സാറാണ് എന്നെ രക്ഷിച്ചത്. ഇവൻ കുഴപ്പക്കാരനല്ലെന്ന് മൂർത്തി സാറ് പറയും. എന്നാൽ ഇപ്പോൾ ഞാൻ ഇവിടെ പ്രതിയാണ്, അതുകൊണ്ട് തന്നെ പോലീസുകാർ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ ഞാൻ തത്ത പറയുന്നത് പോലെ പറഞ്ഞു പോകും. അപ്പോൾ അബി പറയുന്നുണ്ട്, എടോ നീ ഇങ്ങനെ പേടിക്കാതെ, ഞാൻ ആ SIയെ എല്ലാം പറഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. അപ്പോൾ അവിടേക്ക് പോലീസ് വരുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൻ ആദർശിനോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ പോലീസ് പറയുന്നുണ്ട്, മൂർത്തി സാറിൻ്റെ സ്ഥാപനമായതുകൊണ്ട് ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്കൊരു ചില പരിമിതികളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല സാർ, സത്യസന്ധമായി അന്വേഷിക്കാനാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ MD എന്ന നിലയ്ക്ക് ഞാനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇവരുടെ സംസാരമൊക്കെ അബി ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ പോലീസുകാരൻ പറയുന്നുണ്ട്, ഞങ്ങൾ ശരി സത്യസന്ധമായി തന്നെ അന്വേഷിക്കാം, കേസിൻ്റെ ഓരോ പുരോഗതിക്കനുസരിച്ച് ഞാൻ സാറിനെ വിളിച്ചോളാം എന്നും പറഞ്ഞിട്ട് പോലീസ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പോലീസിനെയും അബിയെയുമാണ്. ഏതായാലും അബി പോലീസിനെ കയ്യിലെടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ അന്വേഷണം നീട്ടിക്കൊണ്ടു പോകണമെന്ന് പറയുന്നുണ്ട് അബി. അന്നേരം SI പറയുന്നുണ്ട്, അന്വേഷണം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യേണ്ടി വരും. അന്നേരം അബി പറയുന്നുണ്ട്, അതിനുള്ളിൽ ഞാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോലീസിന് കൈക്കൂലിയൊക്കെ കൊടുക്കുന്നുണ്ട്.
പോലീസിനെ കൈക്കൂലിയൊക്കെ കൊടുത്ത് വരുതിയിലാക്കി നിർത്തിയിരിക്കുകയാണ് അബി. പിന്നെ കാണിക്കുന്നത് ആനന്ദപുരിയാണ്. അവിടെ ആദർശും മുത്തശ്ശനും ജയനും അജയനും ഒക്കെ ഉണ്ട്. എല്ലാവരുടെ സംസാരം ജ്വല്ലറിയിൽ നടന്ന തിരിമറിയെ പറ്റിയാണ്. മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട്, ഇവിടെ ഞാൻ നിന്നെയാണ് കുറ്റപ്പെടുത്തുക, കാരണം എല്ലാത്തിൻ്റെയും മേൽനോട്ടം നിനക്കാണ്. ആ നിലയ്ക്ക് ജ്വല്ലറിയിൽ ഒരു തിരിമറി നടന്നാൽ അത് നീ അറിയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എവിടെയാ തെറ്റ് പറ്റിയതെന്ന് അറിയില്ല മുത്തശ്ശ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അറിയണം, അല്ലെങ്കിൽ അത് നിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ്, അത് നിനക്കൊരു ബ്ലാക്ക് മാർക്കുമാണ്. പിന്നെ എല്ലാവർക്കും സംശയം അബിയെയാണ്, അവനെ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അജയനും ജയനും ഒക്കെ. ഏതായാലും ഇത് ജലജ കേൾക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ മോനെയാണല്ലോ സംശയിക്കുന്നത്. പിന്നെ ജലജ അബിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എടാ, നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട് ജലജ. അങ്ങനെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പിന്നെ ഈ വീട്ടിലും ഉണ്ടാകില്ല, ജ്വല്ലറി ഉണ്ടാകില്ല, അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അബി പറയുന്നുണ്ട്, അങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റിയമ്മേ. അത് കേട്ട് ജലജ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അന്വേഷണം എന്നിലേക്ക് എത്താതിരിക്കാൻ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ SIയെ ഞാൻ സ്വാധീനിച്ചിരിക്കുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്തോന്ന് SI, നിൻ്റെ മുത്തശ്ശനും ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. പിന്നെ മന്ത്രിമാരെ അങ്ങോട്ട് പോയി കാണുന്ന പതിവൊന്നുമില്ല നിൻ്റെ മുത്തശ്ശന്. വിളിച്ചാൽ മന്ത്രിമാർ ഇങ്ങോട്ടേക്ക് വരും. എന്ന് വെച്ചാൽ ഇലക്ഷൻ സമയത്ത് കുറച്ചൊന്നുമല്ലല്ലോ വാരിക്കോരി കൊടുക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു സാധാ SIയെ സ്വാധീനിച്ചിട്ട് എന്താടാ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സംഭവത്തിൻ്റെ പേരിൽ ഇനി നീ മാത്രമല്ല ഞാനും പടിയിറങ്ങേണ്ടി വരുമെന്ന എൻ്റെ സംശയം. അപ്പോൾ അബി പറയുന്നുണ്ട്, പടിയിറങ്ങുന്നുണ്ടെങ്കിൽ പടിയിറങ്ങണം അമ്മേ, എന്തിനാ ഇങ്ങനെ ചത്ത് ജീവിക്കുന്നത്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എടാ, പടിയിറങ്ങിയാൽ നീ നേരെ പോകുന്നത് ജയിലിലായിരിക്കും, പിന്നെ ഞാൻ എന്ത് ചെയ്യും. അന്നേരം അബി പറയുന്നുണ്ട്, ഞാൻ ചെയ്ത കുറ്റത്തിന് ഞാൻ മാത്രം ജയിലിൽ പോയാൽ പോരെ, അമ്മ എന്തിനാ കൂടെ വരുന്നേ, അമ്മ ഇവിടെ നിൽക്കണമല്ലോ. പിന്നെയും ജലജ പറയുന്നുണ്ട്, എന്നാലും നീ എന്തൊരു അബദ്ധമാണ് കാണിച്ചത്, ശരിക്കും നീ എന്താ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അബിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, കള്ളക്കടത്ത് സ്വർണ്ണം എൻ്റെ കയ്യിൽ വന്നു, അത് ഞാൻ ഉരുട്ടി വിഴുങ്ങി, ഇപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ പറയുന്നത്, പിന്നെ നിർത്താൻ പറഞ്ഞില്ലേ അമ്മയോട്, പിന്നെ എന്തിനാ ഇങ്ങനെ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവറുണ്ട് ഈ വീട്ടിനകത്ത്, അങ്ങേരുടെ ഭരണമാണ് ഇവിടെ, രാജഭരണമൊക്കെ കഴിഞ്ഞമ്മേ, എന്നിട്ടും രാജാവിനെ പോലെയാണ് അനന്തപുരിയിലെ കാരണവർ, പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. പിന്നെ മുത്തശ്ശൻ പറഞ്ഞതൊക്കെ ഓർത്ത് കൊണ്ട് നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.